ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 13-ാം ഞായർ. ഇന്നത്തെ വായനകളിലൂടെ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെ ഒരു തീരാരോഗിയായ സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നത്, വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെ ജൈറസിൻ്റെ മകൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വരുന്നത് എല്ലാം ഇന്നത്തെ സുവിശേഷം വെളിവാക്കുക. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ വായനകൾ ഓരോന്നും വിശ്വാസത്തിൻ്റെ വിവിധ മാനങ്ങളെ അവതരിപ്പിക്കുക. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വിശ്വാസം ഒരു അറിവാണ്. ദൈവത്തെ ആധാരമാക്കി ജീവിക്കുന്നതാണ്, ദൈവത്തെ ആധാരമാക്കി ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും ബന്ധപ്പെടുന്നതുമാണ് വിശ്വാസം, ദൈവത്തെ ആധാരമാക്കി. അപ്പോൾ അതിൻ്റെ തുടക്ക രൂപത്തിൽ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. കാരുണ്യവാനായ ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിൽ അനശ്വരനായി സൃഷ്ടിച്ചു എന്ന് അവിടെ പറയുകയാണ്. പാതാളത്തിന് അവൻ്റെ മേൽ അധികാരമില്ല, മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. അവൻ ജീവിക്കാൻ വേണ്ടിയാണ്, ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഒന്നാമത്തെ വായന വെളിവാക്കുക. അപ്പോൾ ദൈവത്തെ ആധാരമാക്കിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആരോഗ്യത്തോടെയുള്ള സമൃദ്ധമായ ജീവനാണ്. ഈശോ പറയുന്നില്ലേ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകണം, അത് സമൃദ്ധമായി ഉണ്ടാകണം. ജീവൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം, മരണത്തിൻ്റെതല്ല. മരണം സാത്താനിൽ നിന്ന് വരുന്നുവെന്ന് ഒന്നാമത്തെ വായന വെളിവാക്കുക. നമ്മളെല്ലാവരും ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ദൈവം, നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ അനശ്വരതയിൽ സൃഷ്ടിച്ചു, സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചുവെന്ന് ഒന്നാമത്തെ വായന വെളിവാക്കുന്നു. ആ ഒരു ബോധ്യം, പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടെങ്കിൽ ആ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുഭവിക്കുന്നതാണ്, ദൈവത്തിൻ്റെ കൃപകളെ അനുഭവിക്കുന്നതാണ്. നമ്മുടെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റുന്ന ദൈവം, നമ്മളെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവം, നമുക്ക് സ്വാതന്ത്ര്യമേകുന്ന ദൈവം, നമ്മളെ നിരന്തരം രക്ഷിക്കുന്ന ആ ദൈവം, ആ ദൈവത്തിൻ്റെ വലിയ കരുതലിനെ, വലിയ കരുണയെ ബോധപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ ഇന്നത്തെ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. വിശ്വാസം അനുഭവിക്കണം. ഒരു വിധത്തിൽ ആഘോഷിക്കണമെന്ന് വേണേൽ പറയാം, അതിൻ്റെ കൂടെ തന്നെ ആസ്വദിക്കണമെന്നും പറയാം. ഇന്നത്തെ രണ്ടാമത്തെ വായനയിലും, പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയാണ്, സ്വീകരിക്കുന്ന, കൊടുക്കുന്ന പ്രവൃത്തിയാണ്. ദൈവത്തെ അനുകരിക്കുന്നതാണ് വിശ്വാസം. ഈശോ എങ്ങനെ ജീവിച്ചോ അതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഈശോ നമ്മെ എങ്ങനെ അനുഗ്രഹിച്ചോ അതേപോലെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ജീവൻ തരുവാൻ വേണ്ടി കർത്താവ് മരണം വരിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഈശോയെപ്പോലെ മറ്റുള്ളവർക്കായി ജീവൻ അർപ്പിക്കാൻ സാധിക്കണം. നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി അവിടുന്ന് പരമ ദരിദ്രനായി മാറി എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സമ്പന്നതയാൽ നിറഞ്ഞ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നവരായി നമ്മൾ മാറണം. ജെറുസലേമിലെ സഭ ഒരു വിധത്തിൽ ക്ഷാമം അനുഭവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ എഫേസസിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് എന്താണെന്നോ, നിങ്ങളുടെ സമ്പന്നത കൊണ്ട് അവരുടെ കുറവിനെ നിങ്ങൾ നികത്തണം, അവരുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ കുറവിനെ അവിടുന്ന് അത് നിവർത്തിക്കപ്പെടും. ആ രീതിയിൽ, പ്രിയപ്പെട്ടവരെ, ഒരു കൊടുക്കൽ വാങ്ങൽ, അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തെ അനുകരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ദൈവം സംസാരിക്കുന്ന പോലെ സംസാരിക്കുവാൻ, ദൈവം പെരുമാറുന്ന പോലെ പെരുമാറുവാൻ, ദൈവം ബന്ധപ്പെടുന്ന പോലെ ബന്ധപ്പെടുവാൻ, ദൈവം പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സാധിക്കട്ടെ. അതാണ് വിശ്വാസം. ആ വിശ്വാസ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ ഇല്ലായ്മയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്നു. ഈശോനാഥൻ നമ്മെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി ശാപമായി തീർന്നു.
അവിടുന്ന് നമ്മെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടി പാപമായി തീർന്നുവെന്ന് ബൈബിൾ എടുത്ത് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ രീതിയിൽ ആ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ജീവിതം കർത്താവിൽ നിന്ന് സ്വീകരിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, പ്രതിഫലേച്ഛ കൂടാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അതാണ് വിശ്വാസ ജീവിതം. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നതാണ്, ദൈവത്തെ അനുഭവിക്കുന്നതാണ്, ദൈവത്തെ അനുകരിക്കുന്നതാണ്. നാലാമത്തേത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന രണ്ട് വ്യക്തികളെയാണ്, പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷനെയും സ്ത്രീയെയുമാണ് ഇന്നത്തെ ബൈബിൾ അവതരിപ്പിക്കുക. ജൈറസാണ് ആ മകൻ. ഒത്തിരി യഹൂദരുണ്ടായിരുന്നു. പല യഹൂദരും ഈശോയിൽ വിശ്വസിച്ചില്ല. എന്നാൽ സിനഗോഗ് അധികാരിയായ ജൈറസ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി കർത്താവിൽ അഭയം തേടി വരുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹമാണ്, തൻ്റെ മകളോടുള്ള വലിയ സ്നേഹം. അതിനുവേണ്ടി ആ കർത്താവിൽ ആശ്രയിക്കുവാൻ അദ്ദേഹം തയ്യാറാവുക, കർത്താവിനെ കൂട്ടിക്കൊണ്ട് ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന ആ ജൈറസ് വിശ്വാസികളുടെ വലിയ മാതൃകയാണ്. അതേപോലെ തന്നെ തൻ്റെ രക്തസ്രാവത്തിലൂടെ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, അനേകം ഡോക്ടർമാരുടെ പുറകിൽ അലഞ്ഞു, പക്ഷേ ഭേദമായില്ല. മോശഭാവ അവസ്ഥ. ആ അവസ്ഥയിൽ അവൾ കർത്താവിൽ ആശ്രയിക്കുക, ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ വന്ന് കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചു. അവൾ വിശ്വസിച്ചു, അവൻ്റെ വസ്ത്രത്തിലെങ്കിലും സ്പർശിക്കാൻ സാധിച്ചാൽ താൻ സുഖം പ്രാപിക്കുമല്ലോ എന്ന്. അവളുടെ ആ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, അവൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തു. ജൈറസിൻ്റെ മകൾ, അവൾ രോഗിയായിരുന്നു. ജൈറസ് എന്ന് ആദ്യം ഈശോയോട് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ 12 വർഷമായി രക്തസ്രാവം പിടിപെട്ട സ്ത്രീ, അവൾ സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ 12 വയസ്സായ പെൺകുട്ടി മരിച്ചു എന്നുള്ള വാർത്തയാണ് അവിടെ വരിക. മരിച്ചുപോയി. ഇനിയും ഈ ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നത്. ആ ആൾക്കാരെന്താ പറഞ്ഞത്? ആൾക്കാർക്ക് ഒരു വിധത്തിൽ ഈശോ എന്താ ജൈറസിനോട് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, പറയാണ്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വീട്ടിൽ ചെന്നു. അവിടെ വീട്ടിൽ ചെന്നപ്പോഴോ അലമുറയിടുന്ന ആൾക്കാർ, അവരെല്ലാം കർത്താവ് പുറത്താക്കി. നമ്മുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ ആ കുടുംബത്തിൽ ദുഃഖം നിറയ്ക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയിൽ നിന്ന് അവയെല്ലാം കർത്താവ് പുറത്താക്കുക. കാരണം സന്തോഷമേകുന്നവനാ കർത്താവ്. വിലാപഗ്രഹത്തെ ആനന്ദ നൃത്തമാക്കി, നൃത്തവേളയാക്കി മാറ്റുന്ന ആ ഈശോയാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ കാണുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് മുറിയിലേക്ക് കടന്നു ചെന്നു. ആ പെൺകുട്ടി കിടന്ന ആ മുറിയിലേക്ക് കടന്നു ചെന്നു. ആരെയും കുട്ടി കണ്ടെന്നറിയാവോ? അവളെ സ്നേഹിച്ച അവളുടെ മാതാപിതാക്കന്മാർ, ഈശോയെ സ്നേഹിച്ച ഈശോയുടെ 3 ശിഷ്യന്മാർ. ഒരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാവരും, അതേപോലെ തന്നെ സഭയിലെ ഓരോരുത്തരും. ഈശോയും ശിഷ്യന്മാരും സഭയുടെ പ്രതീകമാണ്. അങ്ങനെ സഭയും കുടുംബവും ഒന്നു ചേരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ മരിച്ചവർ പോലും ഉയർത്തു നിൽക്കും. അതാണ് നമ്മൾ അവിടെ കാണുക. വിശ്വാസത്താൽ നിറഞ്ഞവരാണ്, സ്നേഹത്താൽ നിറഞ്ഞവരാണ് മനുഷ്യരെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കുക എന്ന് സുവിശേഷം വെളിവാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈ ഒരു പുരുഷനോടും ഒരു സ്ത്രീയോടും ആ പെൺകുട്ടിയോടും കർത്താവ് സംസാരിക്കുക നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മളോടും കർത്താവ് അത് പറയാണ്, പുരുഷന്മാരോട് പറയുകയാണ്, നീ ആകുലപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, നിൻ്റെ വ്യാധിയിൽ നിന്ന് നീ മോചിതയായിരിക്കുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ബാലികയോട് കർത്താവ് പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്കും, തലിത്താക്കും. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ 3 വാക്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും കേൾക്കാൻ സാധിക്കണം. നമ്മുടെ ബാലിക ബാലന്മാരോട്, യുവതി യുവാക്കളോട് കർത്താവ് പറയാണ്, നീ എഴുന്നേൽക്കൂ, നിൻ്റെ ഉറക്കത്തിൽ നിന്ന്, നിൻ്റെ അലസതയിൽ നിന്ന്, നിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് നീ എഴുന്നേൽക്കൂ. നമ്മളെ ഉണർത്തുന്ന ദൈവമാണ്, നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ. അതേപോലെ വിശ്വസിക്കുക,
വിശ്വാസത്തിലൂടെ സൗഖ്യം പ്രാപിക്കുക, വിശ്വാസത്തിലൂടെ ആശ്വാസം നേടുക. അതാണ് നമുക്ക് കർത്താവ് തരുന്ന വലിയ സന്ദേശം. ഇന്നത്തെ സുവിശേഷം സ്പർശനത്തിൻ്റെ കാര്യം കൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട്. കർത്താവ് ആ ബാലികയെ സ്പർശിച്ച് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് പറയുക. ആ സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിലെ തൊട്ടുള്ളൂ, പക്ഷേ അവൾ സുഖം പ്രാപിച്ചു. വേറെ ഒത്തിരി പേര് കർത്താവിനെ തിങ്ങി ഞെരുങ്ങി അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു രൂപത്തിൽ കർത്താവിനെ സ്പർശിച്ചവരാണ്, പക്ഷേ അവർ ആ സ്പർശനത്തിൻ്റെ ഫലം അനുഭവിച്ചില്ല. അനുഭവിച്ചത് ആ സ്ത്രീയാണ്. കാരണം അവളുടെ വിശ്വാസം, അവളുടെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസം നിറഞ്ഞവരായി ജീവിക്കാം. വിശ്വാസത്തിൻ്റെ പ്രിയപ്പെട്ടവരെ അനുഭവവും ആഘോഷവുമാണ് ഓരോ ദിവ്യകുർബാനയിലൂടെ ദൈവത്തെ ആധാരമാക്കി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പെരുമാറുവാനും ബന്ധപ്പെടുവാനും നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. അപ്പുറം കാണുന്നതും അപ്പുറത്ത് നിൽക്കുന്നവരെ ദർശിക്കുന്നതുമാണ് വിശ്വാസം. അപ്പുറം കാണുക എന്ന് പറഞ്ഞാൽ ദൈവികമായ ദൃഷ്ടിയോടെ, മാനുഷിക ദൃഷ്ടിയിലൂടെയല്ല, ദൈവികമായ ദൃഷ്ടിയുടെ എല്ലാം നോക്കി കാണുക. പഴയ നിയമത്തിൽ ജോസഫ് പറയുന്നില്ലേ, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവമോ എല്ലാം നന്മയാക്കി മാറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതാണ് അപ്പുറം കാണുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പുറം കാണുമ്പോൾ ഒരു രൂപത്തിൽ അത് നമ്മളെ ഒത്തിരി വിഷമിപ്പിക്കുന്നതാണ്. എന്നാൽ അപ്പുറം കാണുമ്പോഴോ അവിടെ നമുക്ക് ആശ്വാസം, രക്ഷ കിട്ടുകയാണ്. അപ്പുറത്ത് നിൽക്കുന്നവനാരാ? കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യക്ഷത്തിൽ അവിടുത്തെ കാണുന്നില്ല, എന്നാൽ അവിടുന്ന് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴും അവിടുന്ന് നമ്മളെ വഴി നടത്തുന്നുണ്ട്. അവിടുന്ന് നമ്മെ സംരക്ഷിക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. ആ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധ വയ്ക്കാം. വിശ്വാസത്തിൻ്റെ ദാനത്തിനായി ദൈവത്തോട് അപേക്ഷിക്കാം. വിശ്വസിച്ച് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും, ദൈവത്തെ കൂടുതൽ അനുഭവിക്കുവാനും, ദൈവത്തെ കൂടുതൽ അനുകരിക്കുവാനും, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുവാനും ശ്രദ്ധ വയ്ക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.